Hi dears, welcome to our channel എൻ്റെ ലോകം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാഴ്ച മുന്നേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയുടെ തുടർച്ചയാണ്. അതായത് ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പോൺസിൻ്റെ ഒരു ഫേസ് വാഷും അതുപോലെ തന്നെ ലാക്റ്റോ എന്നൊരു ക്രീമുമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ, ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുക്കാം. അപ്പോൾ ഒരാഴ്ച അന്ന് തൊട്ടാണ് ഞാനും ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി ഞാൻ ആ ക്രീം ട്രൈ ചെയ്തിട്ട് ഒരാഴ്ചയോളം ആയി. അപ്പോൾ ഫേസ് വാഷും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്രീമും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത് ക്രീമാണ്. അപ്പോൾ ഒരാഴ്ച എനിക്ക് വന്ന മാറ്റമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ പിക്ചറാണ് ഞാൻ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ നല്ലൊരു ക്രീമായിട്ടാണ് എനിക്ക് ആ ലാക്റ്റോ എന്നൊരു ക്രീം തോന്നിയിട്ടുള്ളത്. ക്രീം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഡാർക്ക് സ്പോട്ട് റിമൂവർ ക്രീം എന്ന് പറഞ്ഞ് ലാക്റ്റോ ഡാർക്ക് സ്പോട്ട് റിമൂവർ ക്രീം. ഇതാണ് ആ ക്രീം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അന്നിട്ട വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ക്രീമിൻ്റെ ലിങ്ക് കൊടുക്കാം. വളരെ നല്ലൊരു ക്രീമാണ്. ഒരാഴ്ച കൊണ്ട് എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ഫേസിൻ്റെ ആദ്യത്തേതും ഞാനിതിൽ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ തന്നെ എനിക്ക് മാറ്റം ഉണ്ടായിട്ടുള്ളതൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. അത് മാത്രമല്ല, നമ്മുടെ ഫേസിൻ്റെ ഈ പോർസൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സ്മൂത്ത് ആയ പോലെ തോന്നിയിട്ടുണ്ട്. വളരെ നല്ലൊരു ക്രീമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിത് രാവിലെയും രാത്രിയുമാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ മോയ്സ്ചറൈസർ പോലും ഫേസിൽ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മളിവിടെ അങ്ങനെ ഒന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിന് വലിയ ഇറിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും അലർജി പോലെയുള്ളതോ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ക്രീമും ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് പറ്റണമെന്നില്ല. അല്ലാതെ എന്നെ പോലെ സ്കിൻ, അതായത് എന്ത് അപ്ലൈ ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് തന്നെ ഈ ക്രീം യൂസ് ചെയ്യാം. 2 നേരമായിട്ട് ഈ ക്രീം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. ഫേസിൽ നമ്മുടെ പോർസ് ഒക്കെ നന്നായിട്ട് ക്ലോസ് ആയ പോലെ തന്നെയുണ്ട്, കുറഞ്ഞ പോലെ തന്നെയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് സ്കിന്ന്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. എനിക്ക് അത്രയും റിസൾട്ട് തന്നിട്ടുള്ള ക്രീമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ക്രീമിലും വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉപയോഗിച്ച് തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഇതുവരെ ഏത് ക്രീം യൂസ് ചെയ്തിട്ടും ഫേസിൽ ഇത്രയും മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു ക്രീമാണ്. നല്ല റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിൽ ഓൾറെഡി ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഒരു അഭിപ്രായം പറയുന്ന ക്രീമായിരുന്നു ഈ ലാക്റ്റോ. അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ശരിക്കും നല്ലൊരു ക്രീമാണ്. അപ്പോൾ ഡാർക്ക് സ്പോട്ട് നന്നായിട്ട് തന്നെ ഫേസിലുള്ളവർ ഉറപ്പായും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് തോന്നുന്നു 195 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. നല്ല മാറ്റം ഉണ്ടാവും. നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നോട് മുന്നേ ഞാൻ പിമ്പിൾസ് മാറാനുള്ള ബെൻസോയിൽ പെറോക്സൈഡിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡാർക്ക് സ്പോട്ട് മാറാനുള്ള ക്രീം ഉണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അവരോട് ഞാൻ പറയാണ്, ഇത് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. നല്ല മാറ്റം തന്നെ ഉണ്ടാവും. ഞാനിപ്പോൾ കുളിച്ച് വന്ന് അത് അപ്പാടെ ഇരിക്കുന്നതുകൊണ്ടാണ് മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം എനിക്ക് ഫേസ് നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. ഇവിടെ കുറച്ച് നന്നായിട്ട് ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ മാറാനുണ്ട്. വേറെ നല്ല മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ സൈഡിൽ ഒന്നും തന്നെ ഇല്ല. ശരിക്കും
നല്ല മാറ്റമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ രാവിലെ നമ്മുടെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ക്രീമാണ്. ഇത് കുറച്ച് മതിയാവും. കുറച്ചെടുത്തിട്ട് രണ്ട് കവിളിലും പിന്നെ അതുപോലെ തന്നെ നെറ്റിയിലും ഫേസിൽ പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ ഈ ക്രീം യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയ പോലെ ഉണ്ട്. ഒരുപാട് നല്ല ചേഞ്ച് ഉണ്ട്. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ചേഞ്ച് ഉണ്ട്, ഫേസിലെ സ്കിന്നിനൊക്കെ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ക്രീമാണ്, ഡാർക്ക് സ്പോട്ട് മാറാൻ നല്ലൊരു ക്രീമാണ്. അപ്പോൾ ഇത് പറയാനാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ.